എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് യാസീൻ. ഞാൻ വയനാട് കൽപ്പറ്റ സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 2023 9 രാജ്യങ്ങളിലൂടെ ഞാൻ നടത്തിയ യാത്രയിൽ നിന്ന് 2 രാജ്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. എല്ലാവരും കടന്നു പോകാനും ഭയപ്പെടുന്ന 2 രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാനും അതുപോലെ ഇറാഖും. ആ യാത്രയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത്. ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്ന ഇക്കഴിഞ്ഞ ജൂണിലാണ്. കേരളത്തിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് ഞാൻ ഡൽഹിയിലോട്ടും അവിടുന്ന് ഡൽഹിയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് റഷ്യയിലോട്ടാണ് ഞാൻ പോകുന്നത്. മോസ്കോയിലാണ് ഞാൻ ചെന്നിറങ്ങുന്നത്. അതിമനോഹരമായ രാജ്യമായിരുന്നു റഷ്യ. ഞാൻ ഏകദേശം 1 മാസത്തോളം റഷ്യയിൽ കറങ്ങി. അങ്ങനെ റഷ്യയിൽ 1 മാസം കറങ്ങിയതിന് ശേഷം ഞാൻ അവിടുന്ന് നേരെ പോകുന്നത് കസാക്കിസ്ഥാനിലോട്ടാണ്. റഷ്യേൻ്റെ അതേ ടൈപ്പ് കൾച്ചറാണ് കസാക്കിസ്ഥാനും ഒരുവിധമൊക്കെ. അവിടുത്തെ ക്യാപിറ്റൽ അസ്താനയിൽ ചെന്നിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ തന്നെ ഒരു മോശം അനുഭവമാണ് എനിക്ക് എമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായത്. അതിന് ശേഷം കസാക്കിസ്ഥാനിലുള്ള അനുഭവം നല്ലതായിരുന്നു. ആൾക്കാരൊക്കെ നമ്മളോട് നല്ല, ഇന്ത്യക്കാരോടുള്ള സ്നേഹം നല്ലോണം ഉണ്ട് അവർക്ക്. നമ്മളെ പാട്ടും അവർ ഈ കസാക്കിസ്ഥാൻ, ഞാൻ അതിന് ശേഷം കറങ്ങിയ ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ, തജിക്കിസ്ഥാൻ ആയിക്കോട്ടെ, അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഭയങ്കര ഇഷ്ടം കാണിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യൻ മൂവീസും ഇന്ത്യൻ സോങ്സുമാണ്. നമ്മളിപ്പോൾ ഒരു കാറിൽ കയറി കഴിഞ്ഞാൽ അപ്പം അവർ ഇന്ത്യൻ പാട്ട് വെക്കും. ഹിന്ദി ആയിരിക്കും കേട്ടോ. നമ്മൾ മലയാളികളാണെങ്കിലും അവർ ഹിന്ദി പാട്ട് വെച്ചിട്ടായിരിക്കും പാടിക്കോ കൂടെ പാടിക്കോ. ഞാൻ ഹിന്ദി എനിക്ക് ഒട്ടും അറിയത്തില്ല. എന്നെങ്ങാട്ടി അടിപൊളിയായിട്ട് ഇവർ കാണാം എൻ്റെ കൂടെ പാടുന്നത്. ഞാനിങ്ങനെ പറയും അടിപൊളിയാണ്. പിന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും എനിക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയും ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ എനിക്ക് ഹിന്ദി അറിയില്ല. ഞങ്ങൾ ഇന്ത്യൻ്റെ സൗത്ത് പാർട്ടിലുള്ള ഒരു സ്റ്റേറ്റാണ് ഞങ്ങളവിടെ മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ അവർക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ എന്ന് ചോദിക്കും. ഞങ്ങളെ സൗത്ത് പാർട്ടിൽ ഇന്ത്യൻ്റെ അവിടെ ആരും ഹിന്ദി സംസാരിക്കത്തില്ല. ഞങ്ങൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ കൂടുതലായി ക്യൂരിയോസിറ്റി ആയിരിക്കും. ഞാനിങ്ങനെ റെഫറൻസ് ആയിട്ട് ഞാൻ ഒരുപാട് ബുക്കുകളോ വീഡിയോസൊന്നും പഠിക്കാതെയാണ് പോകുക ഒരു രാജ്യത്തോട്ട്. കാരണം എനിക്ക് അവിടുത്തെ അനുഭവം അവരിൽ നിന്ന് കേട്ടിട്ട് അത് വീഡിയോയിൽ പറയണമെന്നാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഇഷ്ടം. അങ്ങനെ ഞാൻ കസാക്കിസ്ഥാനിൽ ഒരുവിധം അസ്താന എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റലിലാണ് പോയി ഇറങ്ങിയത്. അവിടെ ഇറങ്ങി അതിന് ശേഷം നേരെ ആൽമാട്ടി എന്ന് പറഞ്ഞ നല്ല അടിപൊളി ക്യാപിറ്റൽ, അതാണ് ക്യാപിറ്റൽ എന്ന് തോന്നുന്നു നമുക്ക്. കാരണം അസ്താനേനെക്കാട്ടും കൂടുതൽ ബിസിനസ് ആയാലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ടൂറിസ്റ്റ് പ്ലേസുകൾ കൂടുതലുള്ളതും അവിടെയാണ്. അങ്ങനെ ഞാനും അവിടെ ഒരു 10-15 ദിവസം കറങ്ങിയതിന് ശേഷം നേരെ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലോട്ടാണ്. ഉസ്ബെക്കിസ്ഥാൻ ഒന്നുകൂടി ഇന്ത്യക്കാരെ വെൽക്കം ചെയ്യുന്ന കൺട്രിയാണ്. അപ്പം അവിടെ ഞാൻ ഒരുപാട് കറങ്ങി, ഒരുപാട് സ്ഥലങ്ങൾ, സമർഖണ്ഡ്, പിന്നെ അവിടുത്തെ തഷ്കന്ത്, അവരെ ക്യാപിറ്റൽ സിറ്റി, അതൊക്കെ ഇങ്ങനെ കറങ്ങി. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോകണം എന്നുള്ള എൻ്റെ ഒരു ചിന്താഗതി വരുന്നത്. ഞാൻ അവിടെ എൻ്റെ യാത്രയിൽ ഞാൻ അഫ്ഗാനിസ്ഥാൻ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിൽ പോകണം എന്നുള്ളത്. കാരണം അഫ്ഗാനിസ്ഥാൻ ഞാനിങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ കേട്ടത് അഫ്ഗാനിസ്ഥാൻ വിസ വേണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യൻ എംബസിയിലോ അല്ലെങ്കിൽ ദുബായിൽ പോയിട്ട് അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ എംബസിയിലോ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് മേടിക്കണം എന്നാണ്. ആ സമയത്താണ് ഞാൻ അവിടെ നിന്നൊരു ഹിന്ദി ഉള്ള ഒരു യൂട്യൂബറെ കാണുന്നത്. അപ്പം പുള്ളിക്കാരി എന്നോട് പറയാണ് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോകാം, പിന്നെ വിസ വേണ്ടാന്ന്. വിസ വേണ്ടേ എന്നൊക്കെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കുറേ പഠിച്ച് അഫ്ഗാനിസ്ഥാനിൽ പോവാം, ഫ്രീ ആണെന്ന് കേട്ടപ്പം ഓക്കെ അങ്ങോട്ട് പോവാന്നുള്ള രീതിയിൽ പോവാൻ തീരുമാനിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലോട്ട്. അഫ്ഗാനിസ്ഥാൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസ് അങ്ങനെയാണ്. പിന്നെ താലിബാൻ്റെ ന്യൂസും തീവ്രവാദികളും തോക്കും ഇതൊക്കെ കേട്ട് എനിക്കൊരു ഉള്ളിലൊരു പേടിയുണ്ട്. ഞാൻ എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഫ്ലൈറ്റ് ഇറങ്ങി ഒരു 5-10 മിനിറ്റ് വരെ എനിക്ക് പേടിയാണ്. കാരണം എമിഗ്രേഷൻ കഴിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് വിസ കിട്ടുമോ, അവർ നമ്മളെ ഉള്ളിൽ കയറ്റി വിടുമോ, വിസ ഉണ്ടായാലും ഞാൻ പറഞ്ഞില്ല എമിഗ്രേഷനിൽ എനിക്ക് എമിഗ്രേഷൻ എല്ലാ രാജ്യങ്ങളും ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ ആ ടെൻഷനൊക്കെ ഉണ്ട് എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ കഷ്ടപ്പെട്ട് അവിടെ വരെ പോയി ഒരു കാര്യമില്ല, അവരവിടെ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള രീതിയിലൊക്കെയാണ്. പിന്നെ ഒറ്റക്ക് പോകാനുള്ള പേടി അഫ്ഗാനിസ്ഥാൻ.
അങ്ങനെ ഞാനും അവളും ഒരുമിച്ച് പോവാന്നുള്ള തീരുമാനത്തിലെത്തി അഫ്ഗാനിസ്ഥാൻ. അവൾ ബീഹാർ സ്വദേശിയാണ്, കൃതി കുമാരി എന്നാണ് അവളെ പേര്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോകാൻ വേണ്ടി പറ്റും, പക്ഷെ അവിടുത്തെ ബോർഡർ ക്ലോസ്ഡ് ആണ്. അവർ തമ്മിൽ നല്ല യോജിപ്പിലല്ല, ഉസ്ബെക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അതുകൊണ്ട് ആ ബോർഡർ ക്ലോസ് ആണ്. അപ്പം പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ പോകണമെങ്കിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ ആദ്യം തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട്ട് പോകണം. അവിടുന്ന് അഫ്ഗാനിസ്ഥാനിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വിസക്ക് കൊടുക്കുന്നു. അവൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 ദിവസം. ഞാൻ കൊടുക്കാനായിട്ട് ഒരു 2-3 ദിവസം മുന്നേ അവൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വിസ കൊടുക്കുന്നത്. അങ്ങനെ വിസക്ക് വെയിറ്റ് ചെയ്യാണ്. 10 ദിവസമായി. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിസ വന്ന്, എൻ്റെ വിസ റിജക്റ്റ്. അപ്പം ഇനി ഓപ്ഷൻ ഇല്ല, അവൾക്ക് എൻട്രി കിട്ടി. അങ്ങനെ അവൾ തജിക്കിസ്ഥാനിലോട്ട് പോവാണ്, അവിടുന്ന് അഫ്ഗാനിസ്ഥാൻ അവളെ പ്ലാന്. അങ്ങനെ ഞാൻ തിരിച്ച് ഇവരെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് തന്നെ വന്ന് ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്താക്കി, അസർബൈജാൻ എന്ന് പറയുന്ന കൺട്രീൻ്റെ വിസക്ക് അപ്ലൈ ചെയ്ത്. അതാകുമ്പോൾ 3 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ എൻ്റെ പ്ലാന് മൊത്തം മാറ്റി, ഞാൻ അസർബൈജാനിലോട്ട് പോകാനുള്ള പ്ലാനാക്കി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, ഒരു പണിയുമില്ല. അസർബൈജാൻ്റെ വിസക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 2ാമത്തെ ദിവസം ഞാനിങ്ങനെ ഉച്ച ഒരു 2:30-3 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ വെറുതെ തജിക്കിസ്ഥാൻ എംബസി എവിടെയാണ് നോക്കുമ്പം എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വെറും 6 കിലോമീറ്റർ. അപ്പം തന്നെ ഞാൻ എന്താക്കി, ഡ്രസ്സ് മാറ്റിയിട്ട് പാസ്പോർട്ട് എടുത്ത് നേരെ തജിക്കിസ്ഥാൻ എംബസി പോയി. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ യാത്രാ വ്ളോഗറാണ്, എൻ്റെ വിസ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ, എനിക്ക് അഫ്ഗാനിസ്ഥാനിലൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ എൻട്രി തന്നാലേ എനിക്ക് അഫ്ഗാനിസ്ഥാനിൽ പോകണം. ഓ വിസ തരാലോ സ്പോട്ടിൽ. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല അവരോട്. ഞങ്ങൾ വേഗം പാസ്പോർട്ട് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് വിസ തന്നു. പക്ഷെ വിസ കുറച്ച് എക്സ്പെൻസീവായി പോയി. $130 എൻ്റെ നിന്ന് അവർ മേടിച്ച ആ സമയത്ത്. എന്നാലും കുഴപ്പമില്ല, അഫ്ഗാനിസ്ഥാനിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പാസ്പോർട്ട് കൊടുത്ത് 1 മണിക്കൂർ കൊണ്ട് വിസ തന്നു. അന്ന് തന്നെ വൈകിട്ട് ഞാൻ എന്താക്കി, 4 ആകുമ്പോഴത്തേന് എനിക്ക് വിസ കിട്ടി. അന്ന് 7 മണിക്കുള്ള ട്രെയിനിൽ കയറി ഞാൻ നേരെ ബോർഡറിലോട്ട് പോവുകയാണ്. ബോർഡറിന് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലോട്ട് പോയി. അങ്ങനെ നേരെ തജിക്കിസ്ഥാനിൽ പോയി. തജിക്കിസ്ഥാൻ എനിക്ക് ഒരു പ്രത്യേക തരം അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ബൈക്കിൽ കുറേ യാത്ര ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ യാത്ര ചെയ്യാൻ. അപ്പം ലഡാക്കിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പാണ് ഞാൻ തജിക്കിസ്ഥാനിൽ കയറിയ മുതൽ. ആൾക്കാർ നല്ല സ്വഭാവം. ഞാൻ ആദ്യം തന്നെ അവിടെ പോയപ്പോൾ ഫസ്റ്റ് ഒരു ചെറിയൊരു ചെക്കൻ അവിടെ വെള്ളം വെക്കുന്നുണ്ട്, എന്തോ ഒരു ജ്യൂസ് പോലത്തെ ഒരു ഐറ്റം. ഞാൻ അവിടെ പോയി വെള്ളം മേടിച്ച് കുടിച്ച്. അപ്പോൾ എന്നോട് ചോദിച്ച് എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞത്. എന്നാൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുഭവം, ആ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടല്ലോ, ഏത് രാജ്യത്തോട്ട് പോകുമ്പോഴും. എമിഗ്രേഷനും അടിപൊളിയായിരുന്നു, അവരൊന്നും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, എന്നെ വേഗം കയറ്റിയിട്ട്. അപ്പം ആ ഒരു അനുഭവം, ഫസ്റ്റ് കിട്ടുന്ന ആ ഇമ്പ്രഷൻ ആയിരിക്കും ആ പിന്നീടുള്ള ആ രാജ്യം മൊത്തം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം അവിടെ പോയി പിന്നെ ഒരു 5 ദിവസമാണ് ഞാൻ തജിക്കിസ്ഥാനിൽ നിന്ന്. എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ. അപ്പോഴത്തേനും നമ്മളെ ഈ കൃതി കുമാരി എന്ന് പറഞ്ഞില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, അവൾ തജിക്കിസ്ഥാൻ കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലോട്ട് കയറുകയാണ്. അപ്പം ഞാൻ അവളെങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എടി എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം, എമിഗ്രേഷനിലാണ്. അപ്പം ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത് കേട്ടോ. കാരണം ഒരു അഡ്വഞ്ചർ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പം കൃതി കുമാരി എൻ്റെ പിക്ചറിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആൾ വരെ അഫ്ഗാനിസ്ഥാനിൽ പോയപ്പം അവളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായി പിന്നെ എൻ്റെ യാത്രയും. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ ആ സമയത്ത് തജിക്കിസ്ഥാൻ കയറുന്നു, അവൾ തജിക്കിസ്ഥാൻ എക്സിറ്റ് അടിച്ച് അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു. അങ്ങനെ അവൾ എക്സിറ്റ് അടിക്കുകയാണ് ഇവിടുന്ന് തജിക്കിസ്ഥാൻ. സിംഗിൾ എൻട്രി ആണ് അവൾക്കുള്ള വിസ. അപ്പം ഇനി തജിക്കിസ്ഥാനിലോട്ട് തിരിച്ച് കയറാൻ വേണ്ടി അവൾക്ക് പറ്റില്ല. അങ്ങനെ അവൾ ലാൻഡ് ബോർഡറാണ് കേട്ടോ, ഒരു ചെറിയൊരു പുഴയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു എമിഗ്രേഷനിൽ. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം താലിബാനാണ് അവിടുത്തെ കൺട്രോള് കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ പെണ്ണുങ്ങൾ തലയിൽ തട്ടിടണം. ഇവൾ ആദ്യമേ തലയിൽ തട്ടമൊക്കെ മേടിച്ചിട്ടാണ് പോണത്. അവിടെ പോയി അവളോട് പറയാണ് നിന്നെ കയറ്റൂല. കാരണം അവൾ ഒറ്റക്കാണ്, ഒരു പെൺകുട്ടിയാണ്, ആദ്യമായിട്ടാണ് അവിടെ പെൺകുട്ടി വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും കയറ്റൂല എന്ന് പറഞ്ഞു.
അവൾ തിരിച്ചു വിടുകയാണ് അവളെ. ഓള് വൈകിട്ടൊരു 3-4 മണിക്കാണ് അവൾ അവിടെ പോകുന്നത്, എമിഗ്രേഷനിൽ പോകുന്നത്. അവളെ തിരിച്ചു വിട്ട് ഓള് വീണ്ടും തജിക്കിസ്ഥാനിൽ വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, പിന്നെ അവരെന്നെ കയറ്റില്ല. തജിക്കിസ്ഥാൻ എമിഗ്രേഷൻ പറയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് വീണ്ടും അഫ്ഗാനിസ്ഥാനിലോട്ട് വിടുകയാണ്. അവൾ വീണ്ടും തിരിച്ച് അഫ്ഗാനിസ്ഥാൻ പിന്നെ എമിഗ്രേഷനിൽ പോവുകയാണ്. എൻ്റെ സ്റ്റോറി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അവളോട് പറയാണ്, ഇല്ല നിങ്ങൾ ഒറ്റക്ക് ഒരു കാരണവശാലും നിങ്ങളെ കയറ്റി വിടൂല എന്ന് പറഞ്ഞു. അപ്പം അവൾ പറയാണ്, എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ. അവൾ അവിടെ നിന്ന് എന്നെ വീഡിയോ കോൾ ചെയ്യാണ്. ഇതാണ് ഈ പുള്ളി ഇതപ്പോൾ പിന്നെ വിസ കിട്ടാത്തതുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറിയ വാടെ എനിക്ക് പുള്ളിക്ക് വിസ കിട്ടിയിട്ടുണ്ടാവും, അപ്പം പുള്ളി ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്, ഞാൻ തജിക്കിസ്ഥാനിൽ കയറുകയാണ്. അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം പിന്നെ അവർ വീഡിയോ കോൾ ചെയ്യുമ്പം അവിടെ റേഞ്ച് പറ്റ കമ്മിയായിരുന്നു ആ ബോർഡറിൽ. അപ്പം എന്നെ കാണുന്നുണ്ട് അവർ. അപ്പോൾ അവർക്ക് മനസ്സിലായി ആരോ ഒരാൾ പുറകിൽ നിന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻ്റെ ഫോട്ടോ യൂട്യൂബ് ചാനൽ എല്ലാം അവളെ നിന്ന് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കാരണം അവൾ ഒരു അന്ന് നൈറ്റ് അവൾക്ക് പിന്നെ എമിഗ്രേഷൻ അവർ കൊടുത്തില്ല. ഒരു ഫുൾ നൈറ്റ് അവൾ ആ എമിഗ്രേഷനിൽ ആ ഓഫീസിൽ സ്പെൻഡ് ചെയ്ത് അവസാനം അവളെ 6 ദിവസത്തെ ട്രാൻസിറ്റ് വിസ കൊടുക്കുകയാണ് അവൾക്ക്. പിറ്റേ ദിവസം രാവിലെ ആയപ്പം 6 ദിവസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ട്രാൻസിറ്റ് വിസയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് വിടുന്നത്. അപ്പം ആരെ ബലത്തിലാണ് ഞാൻ അവളെ വേണ്ടപ്പെട്ട ഒരാൾ ഇപ്പം 2-3 ദിവസം കൊണ്ട് ഇവിടെ എത്തും എന്നുള്ള രീതിയിലാണ് അവൾക്ക് വിസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവളെ കയറ്റി വിടുന്നത്. അങ്ങനെ അവൾ അവിടെ കറങ്ങി. അപ്പോൾ ഞാൻ ഈ എമിഗ്രേഷൻ്റെ ഇതൊക്കെ ഞാനിങ്ങനെ അറിയുന്നുണ്ട് അപ്ഡേറ്റുകൾ. ഞാനിവിടെ നിന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അറിയാലോ. അവളിങ്ങനെ മെസ്സേജ് അയക്കും, ഇന്ന പോലെയാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേടി ഇരട്ടിയായി ഓൾറെഡി. അങ്ങനെ ഞാൻ ബോർഡറിലോട്ട് പോയി ആദ്യം ഞാൻ പോണത് തജിക്കിസ്ഥാൻ ബോർഡറിലോട്ടാണ്. കാരണം നമ്മൾക്ക് എക്സിറ്റ് അടിക്കണം. വിസ ഓൺ അറൈവലാണെന്ന് അവളും പറഞ്ഞു. വിസ വേണ്ട, വിസ ആര് തരും? ബോർഡറിൽ നിന്ന് അവർ അപ്പം തന്നെ സ്റ്റാമ്പ് ചെയ്ത് തരും. അങ്ങനെ തജിക്കിസ്ഥാനോട് വിട പറഞ്ഞ് നേരെ ഒരു വലിയ പാലാണ്, ഒരു റിവർ ഉണ്ട് നടുവിൽ. ഈ റിവറാണ് അഫ്ഗാനിസ്ഥാൻ്റെയും തജിക്കിസ്ഥാൻ്റെയും ബോർഡർ നിശ്ചയിക്കുന്നത് കേട്ടോ, ഒരു വലിയ പാലം. അപ്പം ഒരു മനുഷ്യക്കുഞ്ഞില്ല ഞാൻ പോകുന്ന സമയത്ത്, ഞാൻ മാത്രമാണ്. അപ്പം ഞാൻ വരുന്നത് അവർക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ എമിഗ്രേഷൻ്റെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ നിൽക്കുന്നതൊക്കെ താലിബാൻ്റെ ആൾക്കാരാണ്. കാരണം അവിടെ റൂൾ ചെയ്യുന്നത് താലിബാനാണ്, അവരാണ് അവിടുത്തെ ഗവൺമെൻറ്. അപ്പം ഞാനിങ്ങനെ നടന്ന് പതുക്കെ നടന്ന് ഒരു 10-20 മീറ്റർ ഡിസ്റ്റൻസ് ആയപ്പം അവിടുന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ പാകിസ്ഥാനാണോ എന്ന് വിളിച്ചിങ്ങനെ ഉറക്കെ ഒരു ദേഷ്യത്തോട് കൂടുതൽ ചോദ്യം ഉണ്ടല്ലേ, പാകിസ്ഥാനാണോ എന്നുള്ളൊരു ദേഷ്യത്തോട് ചോദിക്കുന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. ഞാൻ അപ്പം തന്നെ കീശയെന്ന് ഞാൻ എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഇന്ത്യ എന്ന് പറഞ്ഞപ്പം ആ പറച്ചിൽ ഒരു നിർത്തി. അപ്പം നേരെ ഞാൻ അവിടെ എത്തിയപ്പം എനിക്ക് ഗേറ്റ് ഇങ്ങനെ തുറന്നു തന്നു. ഇന്ത്യ അച്ഛാ കയറിക്കോ എന്നുള്ള രീതിയിൽ. പിന്നെ അവരൊരു അക്ഷരം വേണ്ടിയില്ല. അപ്പം ഞാൻ വെച്ച് എമിഗ്രേഷൻ എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച്. ഒരു 3 പേരുണ്ടായിരുന്നു കേട്ടോ. അവർ തോക്കൊക്കെ ആയിട്ടാണ് ആദ്യം നിന്നത്. പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, അപ്പോൾ തോക്കൊക്കെ താത്തി. അപ്പോൾ കുറച്ചൊരു പേടി പോയി. അപ്പോൾ നേരെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് അവിടുന്ന് ഒരു 10 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിലാണ് ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത്. ആ കൗണ്ടറിൽ നമ്മളെ ലഗേജൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ട്, മെഷീനില്ലേ, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇവർക്കൊന്നും യൂണിഫോം ഇല്ല കേട്ടോ. മറ്റൊരു വലിയ ജുബ്ബ, തലയിൽ പിന്നെ താലിബാൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് അറിയാലോ, കട്ടത്താടി, മീശ ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളി ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു വിസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിസ ഇല്ല, ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു താങ്കളുടെ കയ്യിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്ക്. എന്നിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് എന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് ആ ഓഫീസ് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയാൽ മതി, നിങ്ങൾക്കുള്ള വിസ അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. പാസ്പോർട്ട് കയ്യിലെടുത്തോളം പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ എന്താക്കി, പാസ്പോർട്ട് കയ്യിലെടുത്ത്. അപ്പോൾ എൻ്റെ പേടി കുറഞ്ഞു തുടങ്ങുകയാണ്. ഇവർ നമ്മളോട് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് അവിടെ പോയി. അവിടെ പോയപ്പം അവിടെ എമിഗ്രേഷൻ ഓഫീസർ ഇരിക്കുന്നില്ല, അവിടെ 2 ചെക്കന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു സാറ് വന്ന്, അതായത് ഇവരെ ലീഡർ, മെയിൻ എമിഗ്രേഷൻ ഓഫീസർ വന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു വിസ വേണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കണം. അപ്പോൾ പാസ്പോർട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും നോക്കിയിട്ട് പറഞ്ഞ് ഓക്കെ വിസ തരാം, 1 മാസത്തെ ടൂറിസ്റ്റ് വിസ തരാമെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൽ അവർ വിസയൊക്കെ അടിച്ച് എനിക്ക് തരിക. തന്നിട്ട് എന്നോട് പറഞ്ഞ് ഇത് വിസ ഇവിടുന്ന് അടിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഫസ്റ്റ് അവർക്കൊരു ടൗൺ ഉണ്ട്, ഈ എമിഗ്രേഷൻ ഓഫീസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൗണ് കുന്ദൂസ് എന്ന് പറഞ്ഞ ടൗണാണ്. അവിടുത്തെ ഒരു ഇത് തന്ന് അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞ് ഈ അഡ്രസ്സിൽ പോവുക, അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു മിനിസ്ട്രി ഓഫ് അഫേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് സീല് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ കറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം യാസീൻ കൈ എന്നിട്ട് പറഞ്ഞ് യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ യൂട്യൂബറാണ്. എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനാ വന്നതെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോഴാണ് അവരെന്നോട് ചോദിക്കണേ യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഫ്രണ്ട് മുന്നിൽ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതെ 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 അതെ. എന്നിട്ട് അവളെ ഫോട്ടോ കാണിച്ചെന്ന്, അവളെ വിസ കാണിച്ചെന്ന്, എല്ലാം കാണിച്ചെന്ന്. ഞാൻ പറഞ്ഞു സന്തോഷം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവൾക്ക് ട്രാൻസിറ്റും എനിക്ക് 1 മാസത്തെ വിസയാണ് അവർ അടിച്ചു തന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഏകദേശം 3/4 മണിക്കൂർ 1 to 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എൻ്റെ ഫസ്റ്റ് പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുന്ദൂസിലോട്ടാണ് പോകേണ്ടത്. അപ്പം കുന്ദൂസിലുള്ള 2 പേരെ എനിക്ക് ഓൾറെഡി പരിചയമുണ്ട്. എങ്ങനെ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തജിക്കിസ്ഥാനിൽ നിൽക്കുമ്പം അവിടെ ഒരു അഫ്ഗാനി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് റഷ്യൻ പാസ്പോർട്ടും ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് മൂപ്പർക്ക് എവിടെയും യാത്ര ചെയ്യാം. പുള്ളി കാനഡയൊക്കെ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി കുന്ദൂസുകാരനായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാൻ കുന്ദൂസിൽ വന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു ഓ എൻ്റെ അനിയന്മാരുണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ അനിയൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവന് പിന്നെ വേറെ ഒരാൾക്ക്, അതായത് എന്നെ ആദ്യം തന്നെ ഒരു ടാക്സിയിൽ എന്നോട് പറഞ്ഞ് കുന്ദൂസിൽ കൊണ്ടു ഇറക്കും എന്ന് പറഞ്ഞു ഒരാൾ. എന്നിട്ട് ഞാൻ ആ ടാക്സിയിൽ കയറി. അയാൾ എന്നോട് പറഞ്ഞ് വെറും 200 രൂപ തന്നാൽ മതി, നിങ്ങളെ ഞാൻ കുന്ദൂസിൽ കൊണ്ടു ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ ഹിന്ദി അറിയായിട്ടാണോ എനിക്ക് ഹിന്ദി അറിയായിട്ടാണോ എന്നറിയില്ല. അയാൾ ഒരു 1/2 കിലോമീറ്റർ കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞ് കഴിഞ്ഞു. ഞാൻ ഫുണ്ണ അയാളോട് കച്ചറുണ്ടാക്കി. നിങ്ങൾ കുന്ദൂസിൽ പറഞ്ഞ് നിങ്ങൾ അല്ലാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് യാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കൂടി. എന്നിട്ട് പറഞ്ഞ് ബായ് പിന്നെ ഫുള്ള് ഹിന്ദി, എല്ലാവരും ഹിന്ദിയോട് ഹിന്ദി. ഞാൻ പറഞ്ഞാൽ എനിക്കാണ് ഒരു ഹിന്ദിൻ്റെ ABCD അറിയൂല. അപ്പോൾ ഞാൻ ഹിന്ദി സംസാരിക്കാത്തപ്പോൾ ഒക്കെ ഇവർക്ക് ഡൗട്ട് അടിക്കും എല്ലാവരും, ഇവൻ ഇന്ത്യക്കാരനായിട്ട് എന്താ ഇവൻ ഹിന്ദി സംസാരിക്കാത്തത്. അപ്പോൾ ഇവർ ഹിന്ദി ഉറുദു എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കണേ. എനിക്കാണെങ്കിൽ അച്ഛ അച്ഛ നെയ് നെയ് മാലു മാലു ഇതേ എനിക്കറിയുള്ളൂ. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞ് 1000 രൂപ തന്നാൽ മാത്രമാണ്, കാരണം കുന്ദൂസ് ഏകദേശം അവിടുന്ന് 1.5 മണിക്കൂറുള്ള യാത്ര ഉണ്ട്. അങ്ങനെ ഒരു ടാക്സിക്കാരന് 1000 രൂപ കൊടുത്ത് അങ്ങനെ ഞാൻ നേരെ കുന്ദൂസിൽ പോയി ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ 2 ആൾക്കാർ, ഒരാളായിരുന്നു ഞാൻ വരുന്നു വിചാരിച്ചത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടുമായിട്ട് വന്ന് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ നേരെ പോയി എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ടാക്സിക്കാരനുള്ള പൈസ കൊടുത്തത് ഇവനാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്. അതായത് ഞാൻ തജിക്കിസ്ഥാനിൽ നിന്ന് പരിചയപ്പെട്ട ആളുടെ അനിയനാണ് ടാക്സിക്കാരന് പൈസ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ $100 കൊടുത്തിട്ട് പറഞ്ഞു ഇത് എക്സ്ചേഞ്ച് ചെയ്ത് തരണം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു മാർക്കറ്റിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പിന്നെ 1 രൂപ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ 1 രൂപ. ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാൻ കറൻസിക്കാണ് വാല്യൂ കൂടുതൽ ഇപ്പം. അന്ന് ഇന്ത്യൻ 1 രൂപ പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ 98 പൈസ 96 പൈസ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് വാല്യൂ കൂടി അഫ്ഗാനിസ്ഥാൻ്റെ. അപ്പം ഏകദേശം 1 രൂപ വെച്ച് കൂട്ടുക. അങ്ങനെ $100 കൊടുത്തപ്പോൾ ഏകദേശം 8400 രൂപയാണെന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയിൽ. 8400 രൂപ കിട്ടി. അപ്പോൾ ആ പൈസ അവൻ എൻ്റെ കൈ തന്നില്ല, അവൻ്റെ പോക്കറ്റിൽ വെച്ച് അവൻ ചിലവാക്കിയിട്ട് ബാക്കി എനിക്ക് തരുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ മൈൻഡ്. അവന് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആദ്യമായിട്ട് താലിബാൻ ഹോട്ടലിലൊക്കെ ഇരുന്നിട്ട്, അത് താലിബാൻ്റെ ആൾക്കാരിങ്ങനെ ഹോട്ടൽ പല്ലിലൊക്കെ കുത്തി തോക്കുണ്ട് കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ക്യൂരിയോസിറ്റിയാണ്. ആളെ കിഡിലൻ സെറ്റപ്പുള്ള ഹോട്ടലൊക്കെ. പക്ഷെ അവിടെ ഒരു പിന്നെ കോമഡി അല്ല, ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ആണുങ്ങളെ കൂടെ ഇരിക്കാൻ പാടില്ല, ആണും പെണ്ണും അവിടെ വേറെ തിരിച്ച് തന്നെ ഇരിക്കണം. നമ്മളെ നാട്ടിൽ ഇപ്പോഴും കല്യാണപ്പോരയിലൊക്കെ നടക്കണ മാതിരി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ പെണ്ണുങ്ങൾ എന്താ കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ചെല്ലുകയാണ്, അല്ലെ അച്ഛനും മോളും കൂടി പോവുകയാണ് എന്ന് വിചാരിക്കുക. ഭാര്യയും ഭർത്താവിനും ഒരുമിച്ചിരിക്കാൻ പാടില്ല, ഭർത്താവ് ഇവിടെ ഇരിക്കുക, ഭാര്യക്കുള്ളിൽ വേറെ സ്ഥലം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒട്ടും ഫ്രീഡം ഇല്ലാത്ത സ്ഥലമാണ്
ഞാൻ അതിന് ശേഷം നേരെ പോണത് മിനിസ്ട്രി ഓഫ് അഫേഴ്സിലാണ്. കാരണം എനിക്ക് ഒപ്പ് കിട്ടാനുണ്ട്, സീല് കിട്ടാനുണ്ട്, എന്നാലേ എനിക്ക് അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ പോയപ്പം അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെൻ്റെ കൂടെ, ഇവരാണ് എൻ്റെ ട്രാൻസ്ലേറ്റേഴ്സ്. ഇവൻ നല്ല ഇംഗ്ലീഷ് സംസാരിക്കും, എൻ്റെ കൂടെ ഉള്ളവൻ, അവനാണ് എൻ്റെ ട്രാൻസ്ലേറ്റർ. അങ്ങനെ മിനിസ്ട്രി ഓഫ് അഫേഴ്സിൽ പോണു. ഒരു ചെറിയൊരു ബിൽഡിങ്. അപ്പോൾ 3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ആക്കൂടെ ഒരു ചെറിയൊരു ബിൽഡിങ്ങാണ്, അതിൽ 3 ചെക്കിങ്ങാണ്, എന്നിട്ടേ മേലെത്തുള്ളൂ. അങ്ങനെ അവിടെ എത്തി റൂമിലോട്ട് കയറി. ജസ്റ്റ് റൂമിലോട്ട് കയറുന്നതൊക്കെ നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓഫീസറെ കാണാനൊക്കെ എങ്ങനെ നിന്ന് പ്യൂൺ വന്ന് കയറി അവിടെ നേരെ പോയിട്ട് ടും വാലോർക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ഓഫീസർ പറഞ്ഞു നിങ്ങൾ അപ്പുറത്തിരിക്കും. ഞങ്ങളിരുന്ന് അപ്പത്തിനും മറ്റേ ആളെ കഥ കഴിഞ്ഞ് പോയി. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ മറ്റോ ട്രാൻസ്ലേറ്റിൽ പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഒപ്പ് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ പിന്നെ അയാൾ ഇംഗ്ലീഷിലായി സംസാരം. എന്നോട് പറഞ്ഞ് എന്താണ് ഇവിടെ പ്ലാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ യൂട്യൂബറാണ്, ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ്. അപ്പം പാസ്പോർട്ട് വാങ്ങി, ഓക്കെ ശരിയടിച്ചിട്ട്. അപ്പോൾ ഞാൻ പുള്ളീനോട് ചോദിച്ചു പിന്നെ ഞാനിപ്പം അഫ്ഗാനിസ്ഥാനിൽ കറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്, വ്ളോഗ് ചെയ്ത് കറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇന്നൊരു കാര്യം ചെയ്യും, എൻ്റെ ഒരു ഓർമ്മയിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനോ അവിടെ എവിടെയോ ചെന്നിട്ട് ഒരു ലെറ്റർ കൂടി മേടിച്ചോ, എന്നാലേ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സേഫ്. ആ ലെറ്ററിൽ ഉണ്ടാവും നിങ്ങളിവിടെ കറങ്ങാൻ വന്ന ആളാണെന്നുള്ളതിൻ്റെ ഒക്കെ. ഓക്കെ, അങ്ങനെ ഞാൻ അവിടുന്ന് ഞാനും അവനും കൂടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അപ്പുറത്ത് പോയി. അവിടെ പോയി എനിക്ക് ഒരു ലെറ്റർ അടിച്ചിരുന്നു. ആ ലെറ്ററിലുണ്ട് ഞാൻ അഫ്ഗാനിസ്ഥാനിൽ വന്ന ഒരു പിന്നെ യാത്രാ വ്ളോഗറാണ്, ഞാനിവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്, ഗസ്റ്റാണ്, ഇയാളെ ശല്യപ്പെടുത്തരുതെന്നുള്ള ഒരു ലെറ്റർ. പിന്നെ എൻ്റെ പാസ്പോർട്ടിൻ്റെ അങ്ങാട്ടി പേപ്പർ ഈ ലെറ്ററിനാണ്. കാരണം പിന്നീട് എനിക്ക് മനസ്സിലായത് അതാണ്, എല്ലാവരും എന്നോട് ചോദിക്കും ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും ടാക്സി നമ്മൾ കയറാൻ നിൽക്കുമ്പോൾ അവർ ചോദിക്കും പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പാസ്പോർട്ടിന് പകരം ഈ ലെറ്റർ കാണിച്ചു കൊടുക്കുക. ഈ ലെറ്ററിൽ അത് അവരെ ഭാഷയാണ്, അറബി പോലെയാണ്, കണ്ടാൽ മനസ്സിലാവുക. അപ്പോൾ ആ ഭാഷയിലാണ് അവർ ലെറ്റർ വായിക്കും, അത് എവിടുത്തെ സീലാന്ന് നോക്കും. ഓക്കെ, പച്ച സീല് ഭയങ്കര വിലയുള്ള സീലാണ് അവിടെ. ചുമപ്പിൽ ഒപ്പിടുക, പച്ച കളർ സീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഓഫീസർ ഒപ്പിട്ടാന്ന് തോന്നുന്നു. അവിടുത്തെ അവൻ പറഞ്ഞാണ് പച്ച കളർ സീലാണെങ്കിൽ ഭയങ്കര പവറാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം റെഡിയായി, എനിക്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ കുന്ദൂസിൽ നിന്ന് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. മസാരി ഷെരീഫ് എന്ന് പറയും. അതൊരു ടാക്സിയിൽ കയറിയിട്ടാണ് ഞാൻ മസാരി ഷെരീഫിലോട്ട് പോണത്. ഞാൻ ആദ്യം നിങ്ങളോടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു $100 ഞാൻ ആ ചെക്കനെ ഏൽപ്പിച്ചിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് തരണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എനിക്ക് ബാക്കിയൊന്നും തന്നിട്ടില്ല പൈസ. ലാസ്റ്റ് പോകാൻ നേരത്ത് പൈസ തരും എന്ന് വിചാരിച്ചു ഞാൻ. ഇവൻ പോകാൻ നേരത്തെ എന്നെ ടാക്സിയിൽ കയറ്റിയിട്ട് പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ ഓട്ടോറിക്ഷ കയറിപ്പോയി. അതിന് എൻ്റെ 8000 രൂപ. ഒന്നെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവൻ ആ രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവും. ഞാൻ അവന് $1 കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവനോട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം കൊണ്ട് എൻ്റെ ചിലവ് $100, 8400 രൂപ കഥം.